പരിശുദ്ധ കുർബാനയെക്കുറിച്ച് കർത്താവ് ശിഷ്യന്മാരോട് ജനത്തോട് സംസാരിക്കുമ്പോൾ അതിൽ പലരും അവനിൽ ഇടർച്ചയുണ്ടായി അവനെ വിട്ടുപോകുന്നു. അങ്ങനെ അവനെ വിട്ടുപോകുമ്പോൾ യേശു ശിഷ്യന്മാരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: നിങ്ങളും എന്നെ വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 68-ാം തിരുവചനത്തിൽ പത്രോസ് യേശുവിനോട് ഇങ്ങനെ മറുപടി പറയും: ഞങ്ങൾ വേറെ ആരുടെ അടുത്തേക്കാണ് പോകേണ്ടത്? നിൻ്റെ അടുത്തല്ലേ നിത്യജീവൻ്റെ വചനങ്ങളുള്ളത്? നീയല്ലേ ദൈവത്തിൻ്റെ പരിശുദ്ധൻ? നിന്നെ വിട്ട് ഞങ്ങൾ എവിടെയാണ് പോകേണ്ടത്? ഇത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നമ്മൾ എഴുതി വയ്ക്കണം. എൻ്റെ കർത്താവെ, നിന്നെ വിട്ട് ഞാൻ എവിടെയാണ് പോകേണ്ടത്? നിത്യജീവൻ്റെ വചനങ്ങൾ നിന്നിലല്ലേ ഉള്ളത്? പരിശുദ്ധ കുർബാനയാകുന്ന നിത്യജീവൻ്റെ മുന്നാസ്വാദനം ഓരോ ദിവസവും നമ്മുടെ അൾത്താരകളിൽ നിറവേറ്റപ്പെടുമ്പോൾ അത് യോഗ്യതയോടെ സ്വീകരിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. അത്രയും ഒരുക്കത്തോടെ ഈശോയുടെ അടുത്തേക്ക് പോകണം. ഈശോയോട് എല്ലാ ദിവസവും പറയണം: ഈശോയെ, നിൻ്റെ അടുക്കലല്ലേ നിത്യജീവനുള്ളത്? നിന്നെ വിട്ട് ഞാൻ എവിടെയാണ് പോകേണ്ടത്? ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ, തകർച്ചയുണ്ടാകുമ്പോൾ, സങ്കടമുണ്ടാകുമ്പോൾ, വേദനയുണ്ടാകുമ്പോൾ ഈശോയോട് പറയണം: ഈശോയെ, ഞാൻ എവിടെയാണ് പോകേണ്ടത്? നിൻ്റെ അടുത്തല്ലേ നിത്യജീവനുള്ളത്? നീ അല്ലേ ദൈവത്തിൻ്റെ പരിശുദ്ധൻ? പരിശുദ്ധ കുർബാനയിൽ ചങ്ക് തകർന്ന് നീ പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രാർത്ഥനകൾക്കും ഉത്തരമുണ്ട്. പരമപരിശുദ്ധനായ ആ കർത്താവിനോട് പറയാം: എൻ്റെ ദൈവമേ, നിന്നെ വിട്ട് ഞാൻ ഒരിടത്തും പോവില്ല, കാരണം നിത്യജീവൻ നിന്നിലാണ്. തലവണങ്ങി ആശീർവാദം സ്വീകരിക്കാം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗ ആവാസവും ഇന്നും എപ്പോഴും നിങ്ങളോടൊപ്പവും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ വ്യക്തികളോടൊപ്പം